എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന്റെ പ്രോബ്ലം സോൾവിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഞാനിവിടെ ക്യൂട്ടിയുടെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ കൊടുക്കാം. ഡിസിഷൻ സയൻസ്, ഓപ്പറേഷൻസ് അനാലിസിസ്, ഓപ്പറേഷണൽ റിസർച്ച്, മാനേജ്മെന്റ് സയൻസ്, മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻസ് റിസർച്ച് തന്നെയാണ്. OR എന്ന ഷോർട്ട് ഫോം നമുക്ക് ഓപ്പറേഷൻസ് റിസർച്ചിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ക്യൂട്ടി പോലെ തന്നെ കുട്ടികൾക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് OR. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് OR. ആദ്യമായി നമുക്ക് ORന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. OR is a discipline that deals with the development and application of advanced analytical methods to improve decision making. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സിമ്പിൾ സിറ്റുവേഷൻസിൽ പലതരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ആ ഡിസിഷൻസ് ഒന്നും ഒരുപാട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് യൂസ് ചെയ്തോ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ആ ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പ് ഡിസിഷൻസ് നമ്മൾ ഇത്ര നാളത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് തവണ എടുത്തിട്ടുണ്ടാവാം. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻസ് പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് എല്ലാ സമയത്തും ഡിസിഷൻസ് എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്തൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മാത്രം ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിറ്റിയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ സിറ്റിയിലെ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ എവിടെയാണ്, പാർക്കുകൾ എവിടെയാണ്, മാർക്കറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഫാക്ടറീസ് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ആ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. വേറൊരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മിക്സ് തീരുമാനിക്കുക എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻ. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കീഴിൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് അവർ സെൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സിനെ ആ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയാം. കൊക്കോകോള ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് മിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ചിക്കിങ് ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് മിക്സ് ആണിത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും പ്രോഡക്റ്റ് മിക്സ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് മിക്സ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. ഓരോ പ്രോഡക്റ്റും നമ്മൾ പ്രോഡക്റ്റ് മിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് ആ ബ്രാൻഡിന് തരുന്ന പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ എന്താണ്, മാത്രമല്ല ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് മിക്സ് നമ്മൾ തീരുമാനിക്കാൻ. ഇങ്ങനെയുള്ള ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു സയൻസ് ആണ് OR. ഇനി നമുക്ക് OR യൂസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവ് ദി പ്രോബ്ലം എൻവയോൺമെന്റ്. ഈ ഒരു സ്റ്റെപ്പിലാണ് OR സ്പെഷ്യലിസ്റ്റുകൾ ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ പ്രോബ്ലം അവിടെ എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടി വരും. കോൺഫറൻസുകൾ നടത്തേണ്ടി വരാം, സൈറ്റ് വിസിറ്റ് വേണ്ടി വരാം, റിസർച്ച് പ്രോഗ്രാംസ് നടത്തേണ്ടി വരാം, ഡയറക്റ്റ് ഒബ്സർവേഷൻ വേണ്ടി വരാം. ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസ് ആൻഡ് ഡിഫൈൻ ദി പ്രോബ്ലം. നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച പ്രോബ്ലം തന്നെയാണ്, പക്ഷേ അത് റീഡിഫൈൻ ചെയ്യുന്നു. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്? ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആ പ്രോബ്ലം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഡിസിഷൻ എടുക്കുന്നത് വഴി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ, ആൻഡ് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, നമുക്ക് ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ടി വന്നപ്പോൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, അതെല്ലാം ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പാണ് ഡെവലപ്പ് എ മോഡൽ. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് വെച്ചു, ആ പ്രോബ്ലത്തിൽ എന്താണ്, എന്തിനെ പറ്റിയിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി നമുക്ക് ആ പ്രോബ്ലത്തിനെ നമുക്ക് വർക്ക് ചെയ്യണമല്ലോ, അത് വെച്ചിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കണമല്ലോ, കുറേ കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈ പ്രോബ്ലത്തിനെ നമ്മൾ മോഡൽ ചെയ്യണം. മോഡൽ എന്ന് പറഞ്ഞാൽ മോഡൽ ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് സം അബ്സ്ട്രാക്ട് ഓർ റിയൽ സിറ്റുവേഷൻ. ഒരു റിയൽ സിറ്റുവേഷനെ നമ്മൾ വേറൊരു തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്, പ്രോബ്ലം ചെയ്യാൻ
ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. പല ടൈപ്പ് മോഡൽസ് ഉണ്ട്. ഐക്കോണിക് മോഡൽ, അനലോഗ് മോഡൽ, സിംബോളിക് മോഡൽ, മാത്തമാറ്റിക്കൽ മോഡൽ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. കാരണം മാത്തമാറ്റിക്കൽ മോഡൽസിലാണ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു, ഫോർമുലാസ് ഫോം ചെയ്യുന്നു. അലോങ് വിത്ത് ആ ഇക്വേഷൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നു. മാത്രമല്ല ഈ ഇക്വേഷൻസ് ഡിഫറെന്റ് എൻവയോൺമെന്റൽ ലിമിറ്റേഷൻസിൽ അല്ലെങ്കിൽ കൺസ്ട്രെയിൻസിൽ ടെസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം നമുക്കവിടെ. നാലാമത്തെ സ്റ്റെപ്പാണ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഡേറ്റ ഇൻപുട്ട്. ഒരു മോഡൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഡേറ്റ ഇൻപുട്ട് കൊടുത്തിട്ട് ആ ഒരു മോഡൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് റീസണബിൾനെസ്. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇൻപുട്ട് ഡേറ്റ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻപുട്ട് ഡേറ്റയും ആ മോഡലിൻ്റെയും വർക്കിംഗ് നോക്കിയിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഈ സൊല്യൂഷൻ ഉടനെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യരുത്. ഈ സൊല്യൂഷൻ നോക്കിയിട്ട് ആ ഒരു മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇൻ അഡീഷൻ ആ ഒരു സൊല്യൂഷൻ റീസണബിൾ അല്ല, അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ ബിഹേവിയർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ആ മോഡൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ആൻഡ് മോഡിഫൈ ചെയ്യാം. സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ലാസ്റ്റത്തെ. ആൻഡ് ഈ ഒരു സ്റ്റെപ്പിൽ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഡെവലപ്പ് ചെയ്ത് വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോഡലിൽ നിന്നും കിട്ടുന്ന അധികം ബിഹേവിയറൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സൊല്യൂഷനെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത്രയുമാണ് ഒരു OR പ്രോസസ്സിൻ്റെ സ്റ്റേജസ്. അപ്പോൾ OR ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അനലിറ്റിക്കൽ ടൂൾസ് നമ്മൾ OR പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്, LPP. എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്? That is, linear programming is a mathematical modeling technique in which a linear function is maximized or minimized when subjected to various constraints. നമുക്കൊരു പ്രോബ്ലം സിറ്റുവേഷൻ ഉണ്ടാവാം. ആ പ്രോബ്ലം സിറ്റുവേഷനിൽ നമുക്കൊരു എയിം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഒരു വാർ വിൻ ചെയ്യണം. പക്ഷെ അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ട്രൂപ്സ് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ ട്രൂപ്സിൻ്റെ നമ്പർ കുറവായിരിക്കാം, വെപ്പൺസിൻ്റെ നമ്പർ കുറവായിരിക്കാം, അവർക്കുള്ള ഫുഡ് കുറവായിരിക്കാം. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് എന്നാണ് അതിനെ പറയാം. ഈ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം അച്ചീവ് ചെയ്യാം, അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഇവിടുത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യുമ്പോൾ ലീനിയർ ഇക്വേഷൻസ് വരാം, നോൺ ലീനിയർ ഇക്വേഷൻസ് വരാം. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ എല്ലാം പവർ 1 ആയിട്ടുള്ളത്. സ്ക്വയറോ ക്യൂബൊക്കെ വരുമ്പോൾ അത് ലീനിയർ ആയിരിക്കില്ല. അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് ആണെങ്കിലാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അങ്ങനെ ലീനിയർ ഫോർമാറ്റിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു എയിമിനെ നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നു ഓർ മിനിമൈസ് ചെയ്യുന്നു. കളക്റ്റീവ്ലി പറയുകയാണെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നു. മാക്സിമൈസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒക്കെയാണ് ഒബ്ജക്റ്റീവ് എങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യണം. ഇനി കോസ്റ്റ് ആണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ മിനിമൈസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാം, സബ്ജക്ട് ടു വേരിയസ് കൺസ്ട്രെയിൻസ്. അതായത് ആ ഒരു എയിമിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ ഒരു എയിം അച്ചീവ് ചെയ്യാം, ഈ ഒബ്ജക്റ്റീവിനെ എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാം, അതാണ് LPPയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, അതായത് മാത്തമാറ്റിക്കലി ഒരു പ്രോബ്ലം മോഡൽ ചെയ്തെടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിലൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കാണും. ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമുക്ക് ഒന്നില്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യണം, ദാറ്റ് ഈസ് ഒപ്റ്റിമൈസ് ചെയ്യണം. Z എന്നാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ. അത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും, ദാറ്റ് ഈസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ പ്ലസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ, അങ്ങനെ. ദാറ്റ് ഈസ് C1 ഇൻറ്റു x1 പ്ലസ് C2 x2 പ്ലസ് എറ്റ്സെട്ര പ്ലസ് CN xn. C1 C2 എറ്റ്സെട്ര CN കോൺസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് ആണ്. x1 x2 എറ്റ്സെട്ര xnന് ഡിസിഷൻ വേരിയബിൾസ് എന്നാണ് പറയുക.
ആൻഡ് സബ്ജക്റ്റ് ടു താഴെ എഴുതിയിരിക്കുന്ന ഇനീക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇക്വാലിറ്റീസ് വേണമെങ്കിൽ ഇക്വേഷൻ ആവാം, അതായത് ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവാം. ഇങ്ങനെയുള്ള ഇനീക്വാളിറ്റീസിനെ അല്ലെങ്കിൽ ഇക്വേഷൻസിനെ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn. ഇത് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും, അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർമാറ്റിൽ സം കോൺസ്റ്റന്റ് b1 എന്നായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിലധികം കൺസ്ട്രെയിൻസ് ഒരു LPP-യിൽ ഉണ്ടാവാം. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾസ് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസും കൂടെ ഒരു LPP-യുടെ ഒപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഇതൊരു ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോയിരിക്കുന്നതാണ്. പറഞ്ഞത് അത്രയും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.